ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. കുറച്ചൊരു മടിയോട് കൂടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. വേറൊന്നല്ല, അത്യാവശ്യം മോശമല്ലാത്ത നിലക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നല്ലോണം പെയ്യണം, നല്ല പെരുമഴ പെയ്യണം, അല്ലെങ്കിൽ പിന്നെ പെയ്യാണ്ട് നിൽക്കണം. ഇത് രണ്ടും കെട്ട അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. ഒരുമാതിരി ചാറി ചീഞ്ഞ് എന്തോ ഞമ്മക്ക് തന്നെ ഒരു ഉഷാറില്ലാണ്ട് തോന്നൂല, ആ ഒരു രീതിയിലാണ് കേട്ടോ മഴ. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ മഴ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ മഴ തന്നെയാണ്, എന്നാൽ നല്ല മഴയും ഇല്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. എന്തായാലും ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്തേക്ക് പോയി നോക്കിയതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് പോയി നോക്കും കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് അവിടുന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അയൽവക്കത്തെ താത്ത അവിടുന്ന് ഒന്ന് വിളിക്കുക, വർത്താനം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓടിപ്പോയി ആ ചേതിയുമ്പോൾ നിന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കും കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് അതിനുള്ള നേരമില്ല കേട്ടോ. ഇപ്പോൾ സ്കൂൾ തുറന്നതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ആര് വന്ന് വിളിച്ചാൽ വരെ ഒരു 9 മണി, എന്താ പറയുക, 9 മണി വരെ കേട്ടോ. എന്തായാലും എല്ലാവരും പോകുന്നത് വരെയുള്ള ആ ഒരു സമയത്ത് നിൽക്കാനും ഇരിക്കാനും നേരമില്ല കേട്ടോ. രാവിലെ കുട്ടികൾ ആ ഒരു സ്കൂൾ പോവലിൻ്റെയൊക്കെ ആ ഒരു മദ്രസ വിട്ട് വരുത്ത് സ്കൂളിലേക്ക് പോവലിൻ്റെ ആ സ്കൂൾ ടൈമിൻ്റെ ആ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ. എനിക്കെന്ന് മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള എല്ലാ വീട്ടിലത്തെ പെണ്ണുങ്ങളൊക്കെ അവസ്ഥ അതന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ ചായയും കടി മാത്രം ആക്കിയാലും പോരല്ലോ, അവർക്കുള്ള നിച്ചുമോൾ ഇപ്പോൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോറും എന്തെങ്കിലും ഒരു ഉപ്പേരിയും ഒക്കെ ആക്കണം. അപ്പം ഞാൻ എന്താ പറയുക, നിൽക്കാൻ അങ്ങോട്ട് നിൽക്കലില്ല കേട്ടോ. രാവിലെ ഇപ്പോൾ ഫോൺ നോക്കി ഒന്നും ചെയ്യലില്ല. സാധാരണ കുട്ടികളെ മദ്രസക്ക് വിട്ടിട്ട് ഇരിക്കണ ആ ഒരു നേരത്താണ് ഞാൻ നമ്മളെ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കലും അതുപോലെ വീഡിയോൻ്റെ ആ ഒരു നമ്മളെ ചാനലൊക്കെ ഒന്ന് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ ആ ഒരു സമയത്താണ്. ഇപ്പം അതിനൊന്നുള്ള സമയം എനിക്ക് കിട്ടണില്ല. പക്ഷെ ഒരു കണക്കിന് നല്ലത് തന്നെയാണ് കേട്ടോ. രാവിലെ ഒരു കുറച്ച് നേരം ഒന്ന് ബുദ്ധിമുട്ടിയാലും നമ്മളെ പണികൾ വേഗം, എൻ്റെ പണികൾ ഇപ്പോൾ വേഗം കഴിയുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ടാലും വേഗം പിന്നെ കുറച്ച് നേരം നല്ലോണം ഒന്ന് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു സമയമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറേ എന്തൊക്കെയോ ഇതങ്ങനെയാണ് കേട്ടോ, തുടങ്ങിയിട്ടുണ്ട് പിന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് അറിയില്ലേ, അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എവിടേക്കോ എത്തിയിട്ടുണ്ട്. എനിക്ക് തന്നെ മറന്നു പോയിട്ടുണ്ട് ഇനി കേട്ടോ. എന്തായാലും എല്ല് അടുപ്പത്ത് വെച്ചത് ഓർമ്മ കിട്ടുന്നുണ്ട്. ഇന്ന് ഞാൻ എല്ലും കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കപ്പ ബിരിയാണി ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി കപ്പ കൊണ്ടുവച്ചിട്ട് എല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പിന്നെ എടുത്തിട്ട് കപ്പയിലിട്ടിട്ട് അങ്ങനെ കപ്പ ബിരിയാണി, കപ്പപ്പുഴുക്ക് അങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഉച്ചക്കത്തേക്ക് എല്ല് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എല്ലിലേക്കുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക്, അതിലേക്കുള്ള പൊടികളും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു കുക്കറിൽ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. ഞാൻ നിച്ചുവിന് കൊണ്ടുപോകാൻ മാത്രമൊന്നുമല്ല കേട്ടോ വെക്കുക. ഞാൻ സാധാരണ നമുക്കുള്ള ആ ഒരു എങ്ങനെയാണോ ഉച്ചക്ക് വെക്കൽ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കുക. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വേറൊന്ന് വെച്ചുണ്ടാക്കുക, അതിനൊന്നും എനിക്കാവില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ചട്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. എനിക്ക് കമൻറ്റിൽ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. കുറച്ച് ആൾക്കാരെങ്കിലും ആ ഒരു ചട്ടീനെ കുറിച്ചിട്ട് എന്നോട് ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ മറുപടി നമ്മൾ എഴുതി ഇടുമ്പം കുറച്ച് ഇങ്ങനെ പറഞ്ഞിതാവാൻ പറ്റൂല. അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളെ കമൻസിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലൂടെയാണ് കേട്ടോ തരിക. അപ്പോൾ അതിൻ്റെത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇന്ന് പറ്റൂല, ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ചു, ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഒരടുപ്പിൽ കപ്പ വേഗം ഒന്ന് മുറിച്ചൊക്കെ എടുത്ത് അത് കഴുകി കൊണ്ടുവന്ന് അതും മറ്റേ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേത് 2-3 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ കുക്കറിൽ കപ്പയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ എളുപ്പത്തിൽ അങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ. കുക്കർ കണ്ടുപിടിച്ചത് ഒരു കണക്കിന് നന്നായില്ലേ, എന്താ പറയുക, അതായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കിയിരുന്നു അല്ലേ. ഇതിലാകുമ്പോൾ പെട്ടെന്ന് വെക്കുന്ന സാധനങ്ങളൊക്കെ വെന്ത് കിട്ടുന്നില്ല. എനിക്ക് ഈ കുക്കർ കാണുമ്പോൾ എൻ്റെ ഉപ്പച്ചി ഉണ്ടല്ലോ, ഉപ്പച്ചിക്ക് ആദ്യം ഒന്ന് ഈ കുക്കറിൽ വെക്കുന്ന ഇഷ്ടമല്ല ഇനി കേട്ടോ. ഉമ്മ വീട്ടിൽ കുക്കറിൽ നമ്മളൊക്കെ കല്യാണം കഴിക്കണതിൻ്റെ മുന്നേ കേട്ടോ, കെട്ടിക്കണതിൻ്റെ ഒക്കെ മുന്നേ വീട്ടിൽ നിന്ന് ബീഫോ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നാൽ
കുക്കറിൽ വെക്കാൻ സമ്മതിക്കേ ഇല്ലായിരുന്നു കേട്ടോ. കുക്കർ എടുത്ത് വലിച്ചെറിയുന്നൊക്കെ ഉപ്പച്ചി പറയലുണ്ടായിരുന്നേ. അതിങ്ങനെ ഓർമ്മ ആവട്ടെ. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൽ വെച്ചിക്കാണല്ലോ. പക്ഷെ എല്ലും കപ്പയും ഇറച്ചിയൊക്കെ വേവിക്കാനൊക്കെ ഇത് തന്നെയാണ് എളുപ്പം. സാധാരണ ആദ്യമൊക്കെ ഇവിടെ ബീഫ് കൊണ്ടുവന്നാൽ ഇക്കാക്കും കുക്കറിൽ വെക്കുന്നതിനോട് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. അടുപ്പത്ത് തന്നെ വെക്കാനൊക്കെ ആയിരുന്നു ഇഷ്ടം. പിന്നെ എന്താ പറയുക, വലിയ കുഴപ്പമില്ലാതായി. എന്നാലും അങ്ങനെ ചീത്ത പറയുക അങ്ങനത്തെ ഇതൊന്നുമില്ല. എളുപ്പത്തിൽ രാവിലെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം അടുപ്പക്ക് തന്നെ പോയാൽ പരിപാടി നടക്കൂല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ഒന്നെങ്കിൽ ചിലപ്പം ചെമ്പിൽ വെള്ളം വെക്കും. ഇനിയിപ്പോൾ മഴയായാൽ ഇവർക്ക് കുളിക്കാനൊക്കെ ചിലപ്പോൾ വെള്ളം വെക്കേണ്ടി വരും. നല്ല മഴയും തണുപ്പൊക്കെ വന്നാൽ രാവിലെ ചിലപ്പോൾ തീ കത്തിച്ച് എനിക്ക് വെള്ളം വെക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ചോറാക്കേണ്ടി വരും. പിന്നെ ചായം കടിയാക്കലും സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കൂല കേട്ടോ. അങ്ങനെ ഞാൻ എല്ലിൻ്റെത് വെന്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കപ്പ അടുപ്പത്ത് വെച്ചു. പിന്നെ കിട്ടിയ ഒരു ചാൻസിൽ വേഗം പയറുണ്ടായിരുന്നു. അപ്പം ഇന്ന് പയറാണ് കേട്ടോ ഉപ്പേരിക്ക് നിച്ചുവിന് കൊടുത്ത് വിടാൻ. അപ്പം ഞാൻ വേഗം പയറൊക്കെ അതിൻ്റെ ഇടയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വേഗം ഉപ്പേരി ആക്കുകയാണ്. വെളിച്ചെണ്ണ കൊഴിച്ചു കടുക് പൊട്ടിച്ചതാ ഉള്ളിയും പച്ചമുളകും പയറും കൂടെ ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കറികൾ സ്കൂളിലേക്ക് അങ്ങനെ ഞാൻ കൊടുത്ത് വിടാത്തതല്ല, ഉണ്ടെങ്കിൽ കൊടുക്കും. പക്ഷെ ഓക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല കേട്ടോ. കറി കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു ഉപ്പേരിയും ചോറും മാത്രമാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ ഓരോ ദിവസം ഓരോരോ ഉപ്പേരികളൊക്കെ അങ്ങനെ മാറ്റി മറിച്ചൊക്കെ അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, സ്കൂളിലേക്ക് കൊടുത്ത് വിടുമ്പോൾ അധികം ഉപ്പേരിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഇനി വാങ്ങി വെക്കേണ്ടത്. പയർ, ബീട്രൂട്ട്, വഴുതന, ക്യാരറ്റ് എന്നും പറഞ്ഞ് അങ്ങനെ ചപ്പുണ്ടെങ്കിൽ അത് അങ്ങനെ. അപ്പം ഇന്ന് എന്താണ് പയറുപ്പേരി അങ്ങോട്ട് ആക്കിയതാണ്. അപ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തെ കുക്കറിൽ വെച്ചിട്ടുള്ള കപ്പയും വെന്തിട്ടുണ്ടായി. നല്ല കപ്പ തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായി കൊണ്ടുവച്ചിട്ട് കേട് വരാനുള്ള ഒരു ഉദ്ദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ ഞാൻ വേഗം ഇന്ന് തന്നെ അങ്ങോട്ട് ആക്കിയതാണ് കേട്ടോ. രാവിലത്തെ ചായക്ക് കടിക്ക് പകരം അങ്ങനെ കപ്പ പുഴുക്ക് അങ്ങോട്ട് ആക്കിയതാണ്. ഇത് ഞങ്ങൾ 3 ആൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനും ഇക്കും നിച്ചുമോളും മാത്രമേ കഴിച്ചിട്ടുള്ളത്. ചെക്കന്മാർക്ക് 2 ആൾക്കും ഇഷ്ടമല്ല കേട്ടോ. ഒരു 2 ആളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവർക്ക് വേറെ കടി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ 2 ആളും ചോറ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ചോറ് ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുത്തതേനു കേട്ടോ. അവർക്ക് 2 ആൾക്കും ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ അതാ നമ്മളെ കപ്പയൊക്കെ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അധികം അങ്ങനെ ബുദ്ധിമുട്ടി ഉടക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല വെന്ത് നല്ല പൊടിയുള്ള നല്ല കപ്പയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കയ്യിൽ കൊണ്ട് ഇതാക്കിയപ്പോൾ തന്നെ അതൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എല്ലും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയുള്ളിയും കറിവേപ്പിലയും മുറിച്ചിട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്താൽ മതി. ചിലവരൊക്കെ തേങ്ങ അരച്ചിട്ട് അരപ്പ് പോലെ ആക്കൂലേ, അങ്ങനെ ആക്കലുണ്ട്. പക്ഷെ അത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ തൂമിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. ഈ തേങ്ങ അരച്ചിട്ട് ഉള്ളത് എന്തോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെ ആക്കലില്ല. അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പേരിയൊക്കെ ഒന്ന് വെന്തേരം ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് ഒതുക്കാനൊന്നും നിന്നിട്ടില്ല. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉപ്പേരിയും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ കപ്പയും കൂടെ ഞാനൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. ചെറിയുള്ളിയും കറിവേപ്പിലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മക്കൾക്കൊക്കെ ചായ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മക്കൾ മദ്രസ ഇട്ട് വരലും ഓരോ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പിന്നെ എല്ലാം ഒന്നും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ എപ്പം പറയുന്ന പോലെ എന്നും എല്ലാതും ഒന്നും വീഡിയോയിൽ എടുക്കൂല കേട്ടോ. ഓരോ ദിവസം ഓരോന്നൊക്കെ ആയിട്ടാണ് എടുക്കുക. അങ്ങനെ ഇതാ നിച്ചുമോളെ ചായ കുടിയൊക്കെ കഴിഞ്ഞോള് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മുറ്റം കാണുമ്പം പച്ച പരവതാനി വിരിച്ചതുപോലെ ഉണ്ട് കേട്ടോ. എങ്ങനെ മരുന്നൊക്കെ അടിച്ച് നല്ല ഉണക്കിയെടുത്ത് പുല്ലൊന്നും ഇല്ലാണ്ട് കൊണ്ടുവന്നതേനു. ഇപ്പോൾ പിന്നെ മഴയായില്ലേ, മഴ പെയ്താൽ പിന്നെ നോക്കേണ്ടി വരില്ല കേട്ടോ. ഫുള്ളും പച്ചപ്പായിരിക്കും. പറമ്പിലാണെങ്കിൽ മൊത്തം പച്ചയായിരിക്കും, മുറ്റത്താണെങ്കിൽ ഫുള്ളും എന്താ പറയുക പുല്ലൊക്കെ മുളച്ച് ആകെ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മഴയത്ത് ഇനിയിപ്പോൾ ചെത്തലോ കാര്യങ്ങളോ ഒന്നും നടക്കൂല. എന്തായാലും അതങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ. അപ്പോൾ ഉള്ളിലുള്ളത് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ഒന്ന് അടിച്ചു വാരാൻ ഇതിങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒന്ന് തട്ടണം കൊട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. അടിച്ചു വാരാൻ വന്നപ്പോൾ ഫുള്ളൊരു പൊടി പോലെ എന്തോ ഒരു അവിടെ ഇവിടെ മാറാലിയും പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടതുപോലെ തോന്നിയപ്പോൾ പിന്നെ വേഗം ചൂലെടുത്തിട്ട് ഒന്ന് വല്ലാണ്ട് ഡീപ്പായിട്ടുള്ള ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുറ്റത്ത് ഇനിയിപ്പോൾ ഒരു പരിപാടി നടക്കൂല മഴക്കാലം കഴിയാതെ. പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയുക
ചിലപ്പോൾ ഒരു തോന്നലാണ് കേട്ടോ, ഒന്ന് അവിടെ വൃത്തിയാക്കാം ഇവിടെ വൃത്തിയാക്കാം എന്നുള്ള. എനിക്കതുപോലെ ഒരു സാധനം ഒരു സ്ഥലത്ത് തന്നെ ഇടുന്നതിനോടൊന്നും വലിയ ഇതില്ല. പിന്നെ നമ്മൾ ഇവിടെ ഈ ഷെഡ് ആയതുകൊണ്ട് പിന്നെ വലിയ തിരിച്ചു മറിച്ച് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കായിട്ടാണ് കേട്ടോ. ഞാൻ വിചാരിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിമേൽ മാറ്റിയിടലൊന്നും നടക്കൂല, ഇക്കയും കൂടെയൊക്കെ വേണം. അപ്പോൾ അതിപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ കമൻറ്റിൽ വീട് പണി എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട് പണി തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നതാണ്. ഈ കൊല്ലമെങ്കിലും തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇൻഷാ അള്ളാ എന്ന് നമ്മൾ പറയുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് അതിലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും മഴയാണ്, മഴയത്തൊന്നും ഇപ്പോൾ എന്തായാലും ഒന്നും നടക്കൂല. എന്തായാലും ഇൻഷാ അള്ളാ ഇനി വീട് പണിയോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ. എന്തായാലും ആ ഒരു ചോദ്യത്തിലും നിങ്ങളെ പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് തോണ്ടി മാറാലിയും പൊടികളൊക്കെ ഒന്ന് തട്ടി കൊട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വല്ലാണ്ട് ഡീപ്പായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വൃത്തികേടായിട്ട് വല്ലാണ്ട് ചെറിയ രീതിയിലൊന്ന് പെരങ്ങിയെന്ന് തോന്നുമ്പം ഒന്ന് ഓരോ ദിവസം ഓരോരോ സ്ഥലം അങ്ങനെ ക്ലീനാക്കി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഞാൻ അടിച്ചു വാരി ഇടുന്നുണ്ട്. പിന്നെ അതാ നേരെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലാകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് കുറേ പെറുക്കി അപ്പുറത്ത് കൊണ്ടുപോകാനുണ്ടാവും, അപ്പുറത്തുനിന്ന് കഴുകി കുറേ ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുണ്ടാവും. അങ്ങനെ ഒക്കെ കഴുകാനുള്ളതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി പിന്നെ നമ്മളെ ചായ കൂടി കഴിഞ്ഞേരം ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേത് വേവിക്കാൻ വെച്ചതുപോലെ തന്നെയാണ് അതും വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ കുറച്ചൊരു കറി പോലെ ആക്കി എടുത്തതെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ ചോറും ആയിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്. അപ്പോൾ വെച്ചുണ്ടാക്കൽ പരിപാടികൾ, അടുപ്പിൻ്റെ അടുത്ത പണിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള നമ്മളെ ക്ലീനിങ്, അടിക്കൽ, തുടക്കൽ, കഴുകൽ, മോറൽ അങ്ങനത്തെ പണികൾ തന്നെയാണ് കേട്ടോ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കയറിയാൽ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിയും. പിന്നെ കേട്ടോ ഞാൻ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോർന്ന ആ ഒരു സമയം നോക്കി അടിച്ചു വരാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നാസിമോൻ അംഗൻവാടിയിൽ പോവലില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിട്ടുണ്ട് പോവാൻ. നല്ല മടി എന്ന് പറഞ്ഞാൽ നല്ല മടിയാണ്. ആദ്യം അനിയൻ്റെ മോളുണ്ടായിരുന്നല്ലോ, ഒരു രണ്ടാളും കൂടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓളും കൂടെ ഇല്ലാതായപ്പോൾ എനിക്ക് ഭയങ്കര മടിയായി കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ടോ പോവാണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ മെനക്കെട്ടിട്ടില്ല കേട്ടോ കൊണ്ടാക്കാൻ. വൈകുന്നേരം ആ ഒരു മഴയത്ത് പോയി കൂട്ടാൻ കുട്ടീനെക്കാട്ടും വലിയ മടി എനിക്കും കൂടെ വന്നിട്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ തോണ്ടിയിട്ടാണെങ്കിലും മുറ്റം ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. എനിക്ക് മുന്നിൽ മുറ്റത്ത് അങ്ങനെ ചമ്മൽ ഉണ്ടാവില്ല, എന്താ പറയുക, ബേക്ക് ഭാഗത്താണ് പിന്നും ഉണ്ടാവുക. അപ്പോൾ ഞാൻ മൊത്തം മഴ പോയ സമയത്ത് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി, പിന്നെ അത് കഴിഞ്ഞ് വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തു, ഒക്കെ വൃത്തിയാക്കി തുടക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ തന്നെ അലക്കാനുള്ള തുണികൾ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സത്യത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോ പറയുക നമ്മൾ അടുക്കള വിശേഷങ്ങൾ തന്നെയാണ് അല്ലേ, വീടും വീട്ടുകാര്യങ്ങളും വീട്ടുവിശേഷങ്ങൾ, നമ്മൾ കുക്കിങ്, ക്ലീനിങ്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടാവുക. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സാധാരണക്കാരിയായിട്ടുള്ളൊരു വീട്ടമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ വെറൈറ്റിയും കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വല്ലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ആ ഒരു രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. എന്തായാലും പറഞ്ഞ കൂട്ടത്തിൽ ചിലപ്പോൾ ഓരോരോ ഇതിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ളത് ഈ ഒരു പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഉണക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത്, മഴ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിട്ടു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ. ഞങ്ങൾ രണ്ടാളും ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.